തൃശ്ശൂർ ചാലക്കുടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ ഇനിയും പിടികൂടാനായിട്ടില്ല. അത് ഇന്നലെ കുറുവക്കോട് സ്വദേശി ജനാർദ്ദന മേനോന്റെ വീട്ടിലെ വളർത്തുനായെ പുലി ആക്രമിച്ചു എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. വനം വകുപ്പ് ഈ മേഖലയിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ചാലക്കുടിയിൽ നിന്നാണ് സൂരജ് സജി വിശദാംശങ്ങളുമായി ചേരുന്നത്. സൂരജ്, 2 ദിവസമായി ഈ മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ട്. ഇപ്പോഴത് വനം വകുപ്പ് ഇപ്പോഴെങ്കിലും അത് സ്ഥിരീകരിക്കുന്നുണ്ടോ? എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ആ മേഖലയിൽ നിന്ന് ഈ ഘട്ടത്തിൽ ലഭ്യമാണോ നമുക്ക്? വിജയകുമാർ, പുലി തന്നെയാണ് എന്നുള്ളത് വനംവകുപ്പ് സ്ഥിരീകരിച്ചതാണ്. പക്ഷേ ഇത് ചാലക്കുടിയുടെ വിവിധ ഭാഗങ്ങളിലാണ് ഈ പുലിയെ കാണുന്നത്. അതാണ് ഈ ആശങ്കകൾക്കിടയാക്കുന്നത്. കൃത്യമായി ഇതിനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ ചാലക്കുടി നഗരത്തിൽ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ഭാഗത്ത് 24-ാം തീയതി പുലി ഇറങ്ങിയതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതോടുകൂടി അവിടെ കൂടടക്കം സ്ഥാപിച്ചതാണ്. പക്ഷേ ഇന്നലെ ഈ ചാലക്കുടി നഗരത്തിൽ തന്നെയുള്ള SH കോളേജ് ഗ്രൗണ്ടിന് സമീപത്ത് പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അവിടെ അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. അതിനിടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കാടുകുറ്റി കുറുവാക്കട ഭാഗത്ത് ഇന്നലെ രാത്രിയോടുകൂടി ഈ പുലി എത്തുന്നതും ഈ കൂട്ടിൽ വളർത്തിയിരുന്ന നായയാണ് പുലി പിടിക്കാനുള്ള ഒരു ശ്രമവും നടത്തിയത്. എന്തായാലും കുടുംബാംഗങ്ങൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്? എന്താ? ഞാൻ ഒരു 10:30 വരെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ പട്ടിയുടെ ഒരു കരച്ചിൽ കഴിഞ്ഞ് ഞാൻ വന്ന് ഈ ജനല തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ ഈ പുലി ഇതിനെ കടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒച്ച എടുത്തിട്ടും അത് പോകണില്ല. പിന്നെ ഞാൻ ടോർച്ച് വെച്ച് നോക്കി ഇവനെ വിളിച്ചു. ഇവനും ഭയങ്കരമായിട്ട് ഒച്ച എടുത്ത് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ഓടിപ്പോയി. പട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ടോ? കൂടെ അത് നന്നായിട്ട് പരിക്കുണ്ട്. അത് മൂത്ത് കടിച്ച് പിടിച്ചേക്കുന്ന കാരണം ബ്ലഡ് കുറേ പോയിട്ടുണ്ട്. ആ ബ്ലഡ് കുറച്ച് അവിടെ കിടപ്പുണ്ട്. പിന്നെ അത് ഞങ്ങൾ ചെല്ലുമ്പം പട്ടി ചത്തു എന്നുള്ള രീതിയിലാണ്. പിന്നെ ഞാൻ കുറേ നേരം അടിച്ചടിച്ചൊരു കഴിഞ്ഞപ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് എണീറ്റു. ചങ്ങല കെട്ടിയിട്ടുകൊണ്ട് ചങ്ങലയിൽ നിന്ന് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചത് പകുതി ബെൽറ്റുമേയായിരുന്നു. ആ ബെൽറ്റ് കൊണ്ട് ബെൽറ്റ് ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ കൊണ്ടുപോയാണ്. നോക്കിയപ്പോൾ കൃത്യമായിട്ട് കണ്ടു. അത് ആ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയി ചെയ്ത്. ജനവാസ മേഖലയല്ലേ? ജനവാസ മേഖലയാണ്. എന്തായാലും ഇത് തന്നെയാണ്. ഈ കൂടിന് മുന്നിൽ കെട്ടിയിട്ടിരുന്ന നായയാണ് പുലി പിടികൂടാൻ ശ്രമിച്ചത്. എന്തായാലും വീട്ടുകാർ കണ്ടതോടുകൂടി പുലി ഓടി മറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്നും വനംവകുപ്പിന്റെ പരിശോധന തുടരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. വിജയകുമാർ.